കാര്യങ്ങൾ നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ അശ്വതി. അന്ന് രാത്രി മാളു ആരെയോ കണ്ട് ഭയന്നിട്ടുണ്ട്. അതിന് സാധ്യതയുണ്ടെന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് മുരളിയേട്ടാ. സ്വപ്നത്തിന്ന് അവൾ ആരെയൊക്കെ കണ്ട് ഭയന്നിട്ടാ അലറി വിളിച്ച് എഴുന്നേറ്റത്. പക്ഷേ അങ്ങനെ അവള് ഭയക്കണമെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എത്ര ചോദിച്ചിട്ടും ഒന്നും വിട്ടുപറയാൻ അവള് കൂട്ടാക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ അത് അവര് തന്നെ ആവോ, ആ അരുണും സാംകുട്ടി? അവര് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാ, അവൾ ആരോ പേടിച്ചിട്ട് തന്നെയാ നമ്മളോടിത് പറയാതിരിക്കുന്നത്. നീ അകത്തേക്കില്ല, ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ പയ്യന്മാര് സിനിമാ മോഡൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി അന്വേഷണ സംഘത്തെ പറ്റിക്കുമായിരുന്നു എന്നാണോ ബിജു പറയുന്നത്? ആ, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് അവന്മാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ അതോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവന്മാരുടെ പ്ലാൻ ആയിരുന്നു എന്നൊക്കെ കൂടുതൽ അന്വേഷിച്ചാലേ അറിയാൻ പറ്റൂ. ഇപ്പൊ ചില സിനിമകളിലെ ക്രൈം അതേപടി പകർത്തുക എന്നുള്ളതാണല്ലോ ട്രെൻഡ്. ഏതായാലും അരുൺ ഭാസ്കറിന്റെ ഫോൺ നാഷണൽ പെർമിറ്റ് ലോറിയിൽ നിന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് 2 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. ഒന്നുകിൽ കൂട്ടുകാരനെയും കൂട്ടി അങ്ങനെ ഒരു വാഹനത്തിൽ കേരളം വിട്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ ഫോൺ മിസ്സിംഗ് ആയതാവാം. അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് പോലെ അന്വേഷണ സംഘത്തെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ ഈ പറഞ്ഞ സിനിമാ മോഡൽ ഒരു ഗെയിം പ്ലാൻ. രണ്ടിലേതിനാവും ചാൻസ് കൂടുതൽ? എനിക്ക് തോന്നുന്നത് രണ്ടാമത്തതിനാവും ചാൻസ് കൂടുതലെന്നാ. അങ്ങനെ സംശയിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് നന്ദൻ. ഇതിലെ പ്രതികളിൽ ഒരാളായ സാംകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാ. ആ, അന്ന് ബിജു സൂചിപ്പിച്ചല്ലോ അവന്റെ അപ്പൻ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെന്ന്. അപ്പന്റെ സ്വാധീനം മാത്രമല്ല നന്ദൻ, അവന്റെ അടുത്ത റിലേഷനിൽപ്പെട്ട ഒരാൾ സ്റ്റേറ്റ് പോലീസിന്റെ ഉന്നത സ്ഥാനത്തുണ്ട്. ആ വഴിക്ക് ഞാനും ഒന്ന് അന്വേഷിച്ചിരുന്നു. ഈ സാംകുട്ടിയുടെ അമ്മാവൻ ഒരാൾ സീനിയർ ക്രിമിനൽ ലോയറാണ്, ഒരു കോശി അബ്രഹാം. ചിലപ്പോ ഈ സിനിമാ മോഡൽ ഓപ്പറേഷനൊക്കെ അയാളുടെ തലയിൽ വിരിഞ്ഞ ബുദ്ധിയാവും. ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് നീങ്ങാതിരിക്കാൻ ഒരു ചവിട്ടിപ്പിടുത്തം ഫോഴ്സിൽ നിന്ന് തന്നെ ഉള്ളതായി എനിക്ക് സംശയമുണ്ട്. മുകളിലുള്ളവരാണല്ലോ പലപ്പോഴും നമുക്ക് പാരയായി വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് ബിജു, ഈ കേസിൽ ഉന്നതങ്ങളിൽ നിന്ന് എത്ര തന്നെ സ്വാധീനം ഉണ്ടായാലും ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രതികളെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി പോകാവുന്ന ഏതറ്റം വരെയും ഞാൻ പോവുകയും ചെയ്യും. അഫ്കോഴ്സ് നന്ദന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം പെങ്ങളോട് നോ ബിജു, എൻ്റെ സിസ്റ്റർ എന്നത് മാത്രമല്ല പ്രശ്നം. കാശിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ പെണ്ണുങ്ങളോട് എന്ത് അതിക്രമം കാണിക്കാം എന്നുള്ള ഇവനെ പോലുള്ളവരെ ഈ ഹുങ്കുണ്ടല്ലോ, അതില്ലാതായില്ലെങ്കിൽ പൊതുനിരത്തിൽ ഇനിയും പെൺകുട്ടികൾ അപമാനിക്കപ്പെടും. അതിനൊരു അവസാനം ഉണ്ടാവണം. അതിനു വേണ്ടിയാ എൻ്റെ ഈ പോരാട്ടം. ഏത് വമ്പൻ സ്വാധീനത്തിന് മുന്നിലും കീഴടങ്ങാൻ ഞാൻ തയ്യാറല്ല. ഞാനും നന്ദന്റെ പക്ഷത്ത് തന്നെ. ട്രസ്റ്റ് മീ നന്ദൻ, എൻ്റെ പരിമിതിക്കും പരിധിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് സഹായവും നന്ദൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ബിജു. നിങ്ങളെപ്പോലെ നേരും നിറയുമുള്ള നിയമപാലകരിലാണ് സാധാരണക്കാരൻ്റെ പ്രതീക്ഷ. അരുണും സാംകുട്ടിയും പോലീസിനെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നഗരത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയുള്ള സ്ഥിതിക്ക് ഈ സാംകുട്ടിയുടെ വീട്ടുകാരുടെ ഇൻവോൾവ്മെന്റിൽ ഒന്ന് ഫോക്കസ് ചെയ്യണം. അവരുടെ ഷെയ്ഡിൽ തന്നെ ആവണം ഇപ്പോഴും ഈ ക്രിമിനൽസ് ഉള്ളതെന്നാണ് എൻ്റെ ബലമായ സംശയം. നന്ദൻ പറഞ്ഞതുപോലെ അന്വേഷണം ആ രീതിയിലും ഞങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ധൈര്യമായിരിക്കേ. 1-2 ദിവസത്തിനുള്ളിൽ അവന്മാർ നമ്മുടെ വലയിലാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിസ്റ്റർ എങ്ങനെ, ആൾ ഓക്കെ ആയോ? ആ, കുറേശ്ശെ. ഒരു കംപ്ലീറ്റ് റിക്കവറി എന്ന് പറയാറായിട്ടില്ല. അനിയത്തിയോട് പറയൂ എത്രയും വേഗം തന്നെ അവൾക്ക് സന്തോഷിക്കാനുള്ളൊരു വാർത്ത കിട്ടുമെന്ന്. എന്നാ പോട്ടെ നന്ദൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ ബിജു, ഗുഡ് ലക്ക്. ഒന്ന് എഴുന്നേറ്റടാ. എത്ര നേരമായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട്? എനിക്കാണെങ്കിൽ ബോറടിച്ച് ഭ്രാന്ത് പിടിക്കുന്നു. എന്നതാ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിനക്കറിയില്ലേ?
എടാ നമ്മൾ ഈ ഓഞ്ഞ സ്ഥലത്ത് ഒന്ന് അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? തമ്മി നോക്കിയിരുന്ന് ബോറടിച്ചിട്ട് പണ്ടരടങ്ങാ മനുഷ്യൻ. ടൈം പാസിന് ഒരു എന്റർടൈൻമെന്റ് പോലും ഇല്ല. എടാ നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? കാശോ? കൂടിപ്പോയ 10,000 1000 കാണും. എന്നാത്തിനാടാ? ഞാൻ പോയിട്ടൊരു ഫുള്ളോ പെയിന്റ് വാങ്ങിച്ചിട്ട് വന്നല്ലോ. ഫുഡിന്റെ കൂടെ റേഷൻ പോലെ കൊണ്ടുവരുന്ന ബിയർ അടിച്ചിട്ട് എന്താവാനാ? മറ്റേതാകുമ്പോ 2 അടിച്ച് തലപെറുത്തിട്ട് ഇവിടെ എങ്ങാനും കിടക്കാലോ. പുറത്തു പോകാനോ? ചുമ്മാ മണ്ടത്തരം കാണിക്കല്ലേ. ദേ ചാച്ചനും കൗശങ്ങളും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും അവര് പറയാതെ ഇവിടെ നിന്ന് ചലിച്ചു പോരുതെന്ന്. എന്റെ പൊന്നളിയ, സിറ്റി മുഴുവൻ നമ്മളെ തപ്പി പോലീസ് അരിച്ചു പെറുക്കുക. പുറത്ത് നമ്മുടെ തലവട്ടം കണ്ട ആമാർ ആ സെക്കൻഡിൽ നമ്മളെ പൊക്കും. പിന്നെ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവും. ഇതിലും ഭേദം പോലീസിന് പിടികൊടുക്കുന്നതായിരുന്നു. ഒന്നുമില്ലെങ്കിലും കോടതിയും ജയിലുമായിട്ട് ഷട്ടിൽ അടിക്കുമ്പോ 10 മനുഷ്യരെങ്കിലും കാണാലോ. കാശ് കൊടുത്താ നമുക്ക് ആവശ്യമുള്ളത് അവിടെ കിട്ടുകയും ചെയ്യും. എന്നാ നീ ചെന്ന് കയറി കൊടുക്ക്. പത്രത്തിലും ചാനലിലും ഒക്കെ വരട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ല എന്റർടൈൻമെന്റ് ആവുകയും ചെയ്യും. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ തെണ്ടിത്തരം കാണിച്ചിട്ട് ബോറടിക്കുന്നു പോലും. എന്തോ? എങ്ങനെ തെണ്ടിത്തരം കാണിച്ചതോ? എടാ നിനക്ക് വേണ്ടിയല്ലാടാ അവളെ ഞാൻ പൊക്കിയത്. വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് നിനക്കായിരുന്നല്ലോ കൊതി. ചങ്ക് ബ്രോയല്ലേ, എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചപ്പോ അതിപ്പോ നിനക്ക് തെണ്ടിത്തരായി അല്ലടാ. എന്റെ പൊന്നരുണെ, നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഏത് മുടിഞ്ഞ നേരത്താണോ അങ്ങനൊരു മോഹം തോന്നിയത്? ഒന്നും നടന്നുമില്ല. മനുഷ്യ അച്ചാറായി പെട്ടിക്കകത്തായ അവസ്ഥയിലുമായി. വീട്ടുകാരുടെ മുമ്പിൽ ആകെ നാറുകയും ചെയ്തു. ദേ ഞാൻ ഇതോടെ എല്ലാം വെച്ച് കെട്ടുവാ. ഇവിടെ നിന്ന് നമ്മൾ സ്കൂട്ടായ പിന്നെ ഒരു പരിപാടിക്ക് നമ്മളില്ലേ. ആ പൊയ്ക്കോടാ പൊയ്ക്കോ. പോയി വല്ല സെമിനാരിലും ചേർന്ന് അച്ചമട്ടം എടുക്ക്. നിന്നെ കൊണ്ട് അതിനേ കൊള്ളാവൂ. പോയി നല്ല കുഞ്ഞാടാവ്. അതേടാ, എനിക്കിനി അങ്ങനെയൊക്കെ പറ്റൂ. നിനക്ക് ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വെച്ച് എന്റെ കാര്യം അങ്ങനെയല്ല. ഒരു പെങ്ങൾ കൊച്ചിനെയും കൂടെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചാച്ചനും അമ്മച്ചി ഇനി പറയാനൊന്നുമില്ല. അതിൻ്റെ കൂടെ ഈ മുടിഞ്ഞ കേസ് കൂടി ആയപ്പോ ആകെ അലമ്പായി. ഓ എല്ലാം ഞാൻ കാരണമാണല്ലോ. വെറുതെ ഇരുന്ന നിന്നെ ഞാൻ പിടിച്ചു വലിച്ചോണ്ട് പോയതുപോലെയാണല്ലോ നിന്റെ പറച്ചിൽ കേട്ട. എന്നതാണേലും ഒടുക്കം പണി കിട്ടിയത് എനിക്കാണല്ലോ. ഏത് നേരത്താണെന്തോ എനിക്കിതൊക്കെ തോന്നിയത്. സാമേ ഒരുമാതിരി ചീഞ്ഞ ഡയലോഗ് അടിക്കില്ലേ. നിന്നെ ഓർത്താ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്റെ കാര്യം നോക്കി പോകാൻ എനിക്കറിയാം. ഇനി ഞാൻ കൂടെ ഉള്ളതാ നിന്റെയും നിന്റെ ചാച്ചന്റെ പ്രശ്നമെങ്കിൽ പറഞ്ഞോ, ഞാനങ്ങ് പോയേക്കാം. പോലീസ് പിടിക്കുന്നെങ്കിൽ അങ്ങ് പിടിക്കട്ടെ. എന്താടാ നീ ഇങ്ങനെ? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. ദേ നീ കൂളാവും. ചാച്ചനും കോശങ്ങളും കൂടി നമ്മുടെ കാര്യം സേഫ് ആയിക്കോളും. ബി കൂൾ മാൻ. ആരാ നോക്ക്. ബെന്നിയങ്ങളായിരുന്നോ? ആ കയറി. എന്താ ലേറ്റായത്? അങ്ങനെ ഓടിക്കയറി വരാൻ പറ്റൂ കുഞ്ഞായി? 100 പേരുടെ കണ്ണു വെട്ടിച്ചല്ലേ വരേണ്ടത്. ദേ ശാപ്പാട് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഒരു ബോട്ടിൽ കള്ളുമുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്കെടുത്ത് കമിഴ്ത്തി അലുമ്പാക്കരുതെന്ന് കോശി സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ കോശങ്ങൾ ആള് കൊള്ളാലോ. നമ്മൾ മനസ്സിൽ കണ്ടപ്പോഴേ പുള്ളി അങ്ങ് മാനത്ത് കണ്ടു. ദേ ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. പുറത്ത് എന്തൊക്കെയാ ന്യൂസുകളെ? അന്വേഷണം നടക്കുന്നുണ്ട്. ആ പെങ്കൊച്ചിനെ വീട്ടിൽ പോയി വരട്ടിയതൊന്നും കേസായിട്ടില്ലെന്ന അറിവ്. ഓ കർത്താവേ, രക്ഷപ്പെട്ടു. അപ്പോ നമ്മുടെ ആ വിരട്ട് ശരിക്കങ്ങ് ഏറ്റമട്ടുണ്ട് എന്നൊന്നും പറയാറായിട്ടില്ല. ആ വക്കീല് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് ആ കോശി സാറ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറണം. അതിനുള്ള സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടങ്ങളെ മാറേണ്ടത്? പോണ്ടിച്ചേരിക്ക്. ഇന്ന് രാത്രി 9 മണിക്ക് റബ്ബർ കൊണ്ടുപോകുന്ന വണ്ടി വരും. അതിൽ കയറി വേണം പോവാൻ. പിന്നെ പോകുന്ന വഴി ATM കയറി കാശെടുക്കുകയോ ഫോണിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്യരുതെന്ന് കോശി സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാ ആവശ്യത്തിനുള്ള കാശ് ഇതിലുണ്ട്. പോണ്ടിച്ചേരി എത്തിയ അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഡ്രൈവർ ചെയ്തു തരും. ഒരു കാരണവശാലും അവിടെ പോയി പ്രശ്നത്തിലൊന്നും ചാടിയേക്കരുതെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാറ് നിങ്ങളെ അവിടെ വന്ന് കണ്ടോളൂ. എന്നാ ഇറങ്ങട്ടെ? ശരി. രാത്രി 9-നും 10-നും ഇടയ്ക്ക് ലോറി എത്തും. ഓക്കെ.
എന്റെ അളിയ ഇപ്പോഴളിയാ സമാധാനമായത്. ഈ നശിച്ച സ്ഥലത്തുനിന്ന് കെട്ടുകെട്ടാലോ. പോണ്ടിച്ചേരി നമുക്ക് പറ്റിയ സ്ഥലമാണ്. അവിടെ നമ്മൾ പൊളിക്കും. ഹലോ, സെന്റ് ജൂഡ് ഹോസ്പിറ്റൽ അല്ലേ? എനിക്ക് PR സതീഷ് ചന്ദ്രൻ ഒന്ന് കിട്ടുമോ? ഓക്കെ. സതീഷ്, ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാറാണ്. അന്ന് സെലിം പറഞ്ഞിട്ട് താങ്കൾ എന്നെ വന്ന് കണ്ടിരുന്നു. സതീഷ്, ഞാൻ വിളിച്ചത് ഒരു ഹെൽപ്പിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അവിടെ അപൂർവ വിജയ് എന്നൊരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരുന്നു എന്നറിയണം. അതെ, ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആവാനാണ് സാധ്യത. മതി, 1 മണിക്കൂറിനകം മതി. ഞാൻ വിളിക്കാം. അതെ, അപൂർവ വിജയ്. ശരി, ഞാൻ വിളിക്കാം. താങ്ക് യു. എന്തായി നന്ദേട്ടാ, അപ്പുനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? സിറ്റിയിലുള്ള ഒരുവിധ ഹോസ്പിറ്റലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അപ്പു അഡ്മിറ്റ് ആയിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം. ഇപ്പോൾ ഒരിടത്ത് കൂടെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ വിവരം 1 മണിക്കൂറിനകം അറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ പണിക്കർ സാറിനെ ഭയന്നാണ് അപ്പു അമ്മാവനും ഇങ്ങനൊരു തീരുമാനം എടുത്തതെങ്കിൽ പിന്നെ അവർ ഈ നഗരത്തിൽ തുടരാനുള്ള സാധ്യതയില്ലല്ലോ. ഇപ്പൊ നന്ദേട്ടന് തോന്നിയതുപോലെ പണിക്കർ സാറും ഈ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലിലും ഒക്കെ ഒരു അന്വേഷണം നടത്തുമെന്ന് അവർക്കും തോന്നൂലേ? നിലയുടെ സംശയം ശരിയാണ്. പക്ഷേ അംബിസാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ നഗരത്തിൽ നല്ല ഹോൾഡുണ്ട്. ഇത്രയും സഹായവും സ്വാധീനമുള്ള സ്ഥിതിക്ക് ഈ നഗരം വിട്ട് അപ്പൂനെയും കൊണ്ട് പോകാൻ അയാളൊന്ന് മടിക്കും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും. അങ്ങനെയാണെങ്കിൽ ഇനി വല്ല കള്ളപ്പേരിലുമാണ് അപ്പൂനെ അഡ്മിറ്റ് ചെയ്തതെങ്കിലോ? അംബിസാർ അങ്ങനെ കടന്നു കൈക്കൊന്നും നിൽക്കില്ല. തൽക്കാലം പണിക്കർ സാറിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള വഴികളെ അദ്ദേഹം നോക്കും. ഏതായാലും ഈ സിറ്റിയിൽ ആളുണ്ടെങ്കിൽ അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. കുറച്ചു മുമ്പ് അച്ഛൻ വിളിച്ചിരുന്നു. അയ്യോ, ഞാനിപ്പോഴാണ് ഓർത്തത്. മാമൻ എന്നെ വിളിച്ചിരുന്നു. തിരക്കിനിടയിൽ തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല. എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരുന്നോ? അയാള് എനിക്കും നന്ദേട്ടനും അച്ഛനും എതിരെ കേസ് കൊടുക്കാൻ പോവാണെന്ന് അറിഞ്ഞത്രേ. ആര്? നമ്മുടെ മോഹനകൃഷ്ണൻ സാറോ? അതെ, ഒരു പരിചയക്കാരൻ വഴിയാ അച്ഛൻ ഇതറിഞ്ഞത്. എന്നെ നന്ദേട്ടൻ പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ട് പോയതാണെന്നും അതിനച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെയാ അയാള് നാട്ടില് പറഞ്ഞു പരുത്തിരിക്കുന്നത്. അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു നടക്കട്ടെ. തന്നെ ശേഖരമാമനെയും അറിയാവുന്നവർ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഭാര്യയെ കാമുകന്റെ തടവിൽ നിന്നും വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലും അയാൾ കേസ് കൊടുക്കാൻ പോകുന്നത്. ഹേബിയസ് കോർപ്പസ്. അപ്പൊ അതാണ് ലൈൻ. ശരി, അയാൾ മൂവ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് എനിക്കറിയാം. പിന്നെ ഇതൊന്നും കേട്ട് ഇയാൾ പേടിക്കണ്ട. ന്യായം ആരുടെ ഭാഗത്താണെന്ന് ദൈവത്തിനും കോടതിക്കും അറിയാലോ. പിന്നെ എന്തിനാ നമ്മൾ ഭയക്കുന്നേ? ഹലോ അരവിന്ദ, എന്തായി? നന്ദൻ സാറേ, ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. നമ്മുടെ അമ്പിയാണ് ഇവിടെ ഉണ്ട്. നേരാണോ അരവിന്ദ? താൻ ആളെ കണ്ടോ? ഇല്ലില്ല, ഞാൻ നേരിട്ട് കണ്ടില്ല. നമ്മുടെ സൊസൈറ്റിയിലെ മധുസൂദനൻ സാറാ എന്നോട് പറഞ്ഞത്. ആളിവിടെ കുറച്ചുനാൾ താമസിക്കാൻ പോകണമെന്ന് തോന്നുന്നു. താമസിക്കാനോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ? എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മുടെ പൂജാ തിയേറ്ററിന്റെ കുറച്ച് മാറി അമ്പിയാണ് ഒരു വാടക വീട് നോക്കിയെന്ന് മധുസാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ വീട്ടിൽ അമ്പിസാറ് മാത്രമേ ഉള്ളൂ അതോ? അതൊന്നും അറിയില്ല സാറേ. ഇനിയിപ്പോ വയസ്സുകാലത്ത് അമ്പിയണ്ണൊരു കുടുംബം വേണമെന്ന് തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ആവില്ല. ഏതായാലും താങ്ക്സ് അരവിന്ദ. ഞാനൊന്ന് രഹസ്യം അന്വേഷണം നോക്കട്ടെ. ശരി. എന്താ നന്ദേട്ടാ, അപ്പുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? യെസ്, അപ്പു അയാളോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിന് ഏതാണ്ട് ഉറപ്പായി. അവരുടെ ലൊക്കേഷനെ പറ്റി ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്.
ഇനി എനിക്ക് അമ്പി സാറിനെ ഫോളോ ചെയ്ത കൃത്യമായി അപ്പുവിനെ കണ്ടെത്താം. റിസൾട്ട് എല്ലാം ഓക്കെയാണ്. ഇനി ഡിസ്ചാർജ് ചെയ്യാം. ഇതേ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ചെക്കപ്പിന് കൊണ്ടുവരേണ്ടി വരും. ശരി ഡോക്ടർ. പേഷ്യന്റ് ഫിസിക്കലി ഫിറ്റ് ആണെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഈ ഒരു മെന്റൽ ട്രോമയിൽ നിന്ന് മാളവിക പുറത്തു വരാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുത്തെന്നിരിക്കും. അതുവരെ മറ്റുള്ളവർ ആ കുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഡോക്ടർ ജോബിനോടും ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഡോക്ടർ. ഞങ്ങളിപ്പോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പോഴും മാളു ആ ഷോക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ല. യെസ്, റിയാലിറ്റിയുമായി പൊരുത്തപ്പെടാൻ ആ കുട്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം ഒരു സക്സസ് ആയി തീരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ ഒരു ഡിപ്രഷൻ ഹിസ്റ്ററി ആ കുട്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ മാളവികയുടെ കാര്യത്തിൽ വേണമെന്ന് ഞാൻ പറയുന്നത്. കഴിയുന്നതും ആ കുട്ടി തനിച്ചാകാതെ നോക്കണം. ഏറ്റവും കംഫർട്ടബിളായ അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകളും സങ്കടപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കണം. മാളവികയെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണോ അതോ ഡോക്ടറുടെ അടുത്തേക്കാണോ? അതൊന്നും തീരുമാനിച്ചില്ല. അതൊക്കെ ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിടുക. ഒരു കാര്യത്തിലും അധികം ഫോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശരി ഡോക്ടർ. മാളുവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുള്ളൂ. ഗുഡ്. ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം അവളുടെ മനസ്സിൽ നിന്ന് അവൾ പോലും അറിയാതെ വേണം മാറ്റിയെടുക്കാൻ. അതിന് നിങ്ങളുടെയും ഡോക്ടർ ജോബിന്റെയൊക്കെ സാന്നിധ്യം എത്രമാത്രം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പറയാതെ തന്നെ മിസ്റ്റർ മുരളിക്ക് മനസ്സിലാവുമല്ലോ. തീർച്ചയായും ഡോക്ടർ. ഞങ്ങളും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഓക്കെ, എങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ. 2 ആഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താ ചെക്കപ്പിന്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ. $504 പേഷ്യന്റ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കിക്കൊള്ളൂ. ഓക്കെ മുരളി. താങ്ക് യു ഡോക്ടർ.